നമസ്കാരം. സംസ്കൃത ഭാഷ വേദങ്ങളിലൂടെ, വേദാംഗങ്ങളിലൂടെ, ഉപവേദങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ, കാവ്യങ്ങളിലൂടെ അനന്തമായ അറിവിനെ ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ച ഭാഷയാണ്. ഈ ഭാഷയുടെ ആഴവും പരപ്പും അറിയണമെങ്കിൽ നമുക്ക് ഒരു ജന്മായുസ് മതിയാകുകയില്ല. സംസ്കൃതത്തെ തൻ്റെ ഇഷ്ടഭാഷയായി തിരഞ്ഞെടുത്ത് അത് പഠിക്കുന്നവർക്കും അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിയവർക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും നമസ്കാരം. ശരിയാണ്, തീർച്ചയായും ഈ ഭാഷയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ സാധിക്കും. പരോപകാരായ ഫലന്തി വൃക്ഷാഃ, പരോപകാരായ ദുഹന്തി ഗാവഃ, പരോപകാരായ വഹന്തി നദ്യഃ, പരോപകാരാർത്ഥമിദം ശരീരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് UGC നെറ്റ് സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സ് കോഡ് 73 2019 ജൂണിൽ ചോദിച്ച സാഹിത്യത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്: അധസ്തനേഷു കേന സഹ കസ്യ സംബന്ധഃ സമുചിതാം താളികാം ചിനുതാം. താഴെ 2 പട്ടിക തന്നിരിക്കുന്നു. അതിനെ ചേരുംപടി ചേർക്കാനായിട്ടാണ്. ഒന്നാമത്തെ പട്ടികയിൽ വേണീസംഹാര നാടകം, കാവ്യമീമാംസ, നൈഷധീയചരിതം, ഹർഷചരിതം ഇങ്ങനെയാണ്. ഒന്നാമത്തെ ലിസ്റ്റിൽ വേണീസംഹാര നാടകം, കാവ്യമീമാംസ, നൈഷധീയചരിതം, ഹർഷചരിതം ഇങ്ങനെയാണ്. രണ്ടാമത്തെ ലിസ്റ്റിൽ ശ്രീ രാജശേഖരഃ, ശ്രീ ബാണഭട്ടഃ, ശ്രീ ഭട്ടനാരായണഃ, ശ്രീഹർഷഃ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ലിസ്റ്റിൽ ശ്രീ രാജശേഖരഃ, ശ്രീ ബാണഭട്ടഃ, ശ്രീ ഭട്ടനാരായണഃ, ശ്രീഹർഷഃ ഇങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായി. ലിസ്റ്റ് 1-ൽ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നു. ലിസ്റ്റ് 2-ൽ ഗ്രന്ഥകാരന്മാരുടെ പേര് കൊടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം. വേണീസംഹാര നാടകം അതാരാണ് എഴുതിയത്? ശ്രീ ഭട്ടനാരായണഃ. വേണീസംഹാര നാടകം എഴുതിയത് ശ്രീ ഭട്ടനാരായണനാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റ്. നമ്മൾ 10 പോയിൻ്റുകളാണ് ഇവിടെ പഠിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് കാവ്യമീമാംസ. ഇത് എഴുതിയത് ആരാണ്? ശ്രീ രാജശേഖരനാണ് കാവ്യമീമാംസ എഴുതിയത്. ഇതൊരു അലങ്കാരശാസ്ത്ര ഗ്രന്ഥമാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് ഹർഷചരിതം. ഹർഷചരിതം എഴുതിയത് ബാണഭട്ടനാണ്. ഹർഷചരിതം എഴുതിയത് ബാണഭട്ടനാണ്. നാലാമത്തെ പോയിൻ്റ് നൈഷധീയ ചരിതം എഴുതിയത് ശ്രീഹർഷനാണ്. നൈഷധീയ ചരിതം എഴുതിയത് ശ്രീഹർഷനാണ്. ഇപ്പോൾ 4 പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ്? വേണീസംഹാര നാടകം ശ്രീ ഭട്ടനാരായണഃ, കാവ്യമീമാംസ ശ്രീ രാജശേഖരഃ, ഹർഷചരിതം ബാണഭട്ടഃ, നൈഷധീയചരിതം ശ്രീഹർഷഃ. ഇനി 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒന്നാമത്തെ പോയിൻ്റിലൊരു നാടകം പഠിച്ചു, വേണീസംഹാര നാടകം. അതിൻ്റെ കർത്താവാണ് ശ്രീ ഭട്ടനാരായണൻ. അപ്പോൾ നമുക്ക് 5ാമത്തെ പോയിൻ്റായിട്ട് മറ്റൊരു നാടകത്തെ പഠിക്കാം. അതിൻ്റെ കർത്താവ് ആരാണെന്ന് നോക്കാം. 5ാമത്തെ പോയിൻ്റാണ് പ്രബോധചന്ദ്രോദയം. അതെഴുതിയത് കൃഷ്ണമിശ്രനാണ്. പ്രബോധചന്ദ്രോദയം നാടകം. അതിൻ്റെ കർത്താവാണ് കൃഷ്ണമിശ്രൻ. ഇനി 6ാമത്തെ പോയിൻ്റ് നോക്കാം. നമ്മൾ പഠിച്ചു ബാണഭട്ടനാണ് ഹർഷചരിതത്തിൻ്റെ കർത്താവെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. 6ാമത്തെ പോയിൻ്റായിട്ട് ഗദ്യകാവ്യം. കാവ്യത്തെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്, പദ്യം ഗദ്യം എന്നിങ്ങനെ. അതിൽ ഗദ്യകാവ്യത്തിനെ 2ആയിട്ട് തിരിക്കുന്നു, കഥ, ആഖ്യായിക എന്നിങ്ങനെ. കഥ എന്നാൽ
കഥാവസ്തു കവികൽപ്പിതമാണ് എങ്കിൽ അതിനെ കഥ എന്ന് പറയും. കഥാവസ്തുവിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിനെ ആഖ്യായിക എന്നും പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആഖ്യായിക എന്നാൽ എന്താണ്? കഥാവസ്തുവിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിനെ ആഖ്യായിക എന്ന് പറയും. ഇങ്ങനെയുള്ള ആഖ്യായികയ്ക്ക് ഉദാഹരണമാണ് ബാണഭട്ടൻ്റെ ഹർഷചരിതം. ഇനി നമുക്ക് 7ാമത്തെ പോയിന്റ് നോക്കാം. എങ്കിൽ ഒരു ആഖ്യായിക കൂടി പഠിക്കാം, അതിൻ്റെ കർത്താവ് ആരാണെന്നും പഠിക്കാം. ദശകുമാരചരിതം ഇതൊരു ആഖ്യായികയാണ്, അതിൻ്റെ കർത്താവാണ് ദണ്ഡി. ഇനി 8ാമത്തെ പോയിന്റ് പഠിക്കാം. നമ്മൾ പറഞ്ഞു ശ്രീഹർഷൻ എഴുതിയ കാവ്യമാണ് നൈഷധീയ ചരിതം. അത് പഞ്ചമഹാകാവ്യങ്ങളിൽ പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പഞ്ചമഹാകാവ്യത്തെ എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ പ്രസിദ്ധമാണ്, ഒന്നുകൂടി ഓർത്തെടുക്കാം. 8ാമത്തെ പോയിൻ്റായിട്ട് ശിശുപാലവധം, അതെഴുതിയത് മാഘനാണ്. ഇനി 9ാമത്തെയും 10ാമത്തെയും പോയിൻ്റായിട്ട് നമുക്ക് 2 നാടകങ്ങൾ കൂടി പഠിക്കാം, അതിൻ്റെ കർത്താവ് ആരാണെന്നും പഠിക്കാം. ചിത്രഭാരതം, അതിൻ്റെ കർത്താവാണ് ക്ഷേമേന്ദ്രൻ. ചിത്രഭാരതത്തിൻ്റെ കർത്താവാണ് ക്ഷേമേന്ദ്രൻ. ഈ 10ാമത്തെ പോയിൻ്റ് അനർഘരാഘവം, അതിൻ്റെ കർത്താവാണ് മുരാരി. രാഘവത്തിൻ്റെ കർത്താവാണ് മുരാരി. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. 4 നാടകങ്ങളും അവയുടെ കർത്താക്കന്മാരെയും പഠിച്ചു. 4 പോയിൻ്റായിട്ട് എടുക്കാം. വേണീ സംഹാര നാടകം ശ്രീഭട്ടനാരായണ, പ്രബോധചന്ദ്രോദയം കൃഷ്ണമിശ്ര, ചിത്രഭാരതം ക്ഷേമേന്ദ്ര, അനർഘരാഘവം മുരാരി. പിന്നെ രാജശേഖരൻ എഴുതിയതാണ് കാവ്യമീമാംസ എന്ന് പഠിച്ചു. 5ാമത്തെ പോയിൻ്റ്. 6ാമത്തെ പോയിൻ്റ് കാവ്യം 2 വിധം, പദ്യം ഗദ്യം, ഗദ്യം 2 വിധം, കഥ ആഖ്യായിക. കഥ എന്നാൽ കഥാവസ്തു കവികൽപ്പിതമാണെങ്കിൽ അതിനെ കഥ എന്ന് പറയുന്നു. കഥാവസ്തുവിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിനെ ആഖ്യായിക എന്ന് പറയുന്നു. ബാണഭട്ടൻ്റെ ഹർഷചരിതം ഒരു ആഖ്യായികയാണ്. ഇനി പിന്നെ നമ്മൾ പഠിച്ചു മറ്റൊരു ആഖ്യായികയാണ് ദണ്ഡിയുടെ ദശകുമാരചരിതം എന്നുള്ളത്. മറ്റൊരു പോയിൻ്റ് നമ്മൾ പഠിച്ചു മാഘൻ്റെ ശിശുപാലവധം. മാഘൻ എഴുതിയ മഹാകാവ്യമാണ് ശിശുപാലവധം. അതുപോലെ ശ്രീഹർഷൻ എഴുതിയ മഹാകാവ്യമാണ് നൈഷധീയ ചരിതം എന്നിങ്ങനെ പഠിച്ചു. നമസ്കാരം.